ദൈവനാമത്തിലെ ഏവർക്കും സ്നേഹവന്ദനം. കൊലോസ്യ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥിക്കാം. എല്ലാ സ്തുതികൾക്കും എല്ലാ ബഹുമാനങ്ങൾക്കും സകല നന്മകൾക്കും സകല അനുഗ്രഹങ്ങൾക്കും കാരണമായ പ്രപഞ്ചത്തിൻ്റെ ഉടയവനും നാഥനും നടത്തിപ്പുകാരനും പരിപാലകനും ശൂന്യതയിൽ നിന്ന് സകലത്തെ ഉത്ഭവിപ്പിച്ചവനും വിളിച്ചാൽ വിളി കേൾക്കുന്നവനുമായ ജീവനുള്ള നിത്യനായ സത്യവാനായ പരമകാരുണ്യവാനായ സ്വർഗസ്ഥനായ പരിശുദ്ധ ദൈവമേ പിതാവേ, ഇപ്രകാരം അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനത്തിൻ്റെ തണലിൽ ഞങ്ങൾക്ക് അല്പജനമായി ഞങ്ങൾക്കിവിടെയും പലയിടത്തുമായി ഒരുമിച്ച് കടന്നു വരുവാനും അങ്ങയുടെ സന്നിധിയിലായിരുന്നു വചനം കേൾക്കുവാനും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തിനും അവകാശത്തിനുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇരുള് നിറഞ്ഞ, അജ്ഞത നിറഞ്ഞ, അന്ധകാരം നിറഞ്ഞ, ശാപം നിറഞ്ഞ ലോകത്തിൻ്റെ നടുവിൽ അങ്ങയുടെ മക്കളായി അങ്ങ് വിളിച്ച് വേർതിരിക്കപ്പെട്ട അങ്ങയുടെ ജനങ്ങൾക്ക് ഇവിടെ നിത്യത എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം അങ്ങ് നൽകിത്തന്ന വചനത്തിൻ്റെ വെളിച്ചം അത് താല്പര്യപ്പെടുന്ന ആഗ്രഹിക്കുന്ന ജീവിതങ്ങൾക്കായിട്ട് അങ്ങേ സ്തുതിക്കുകയാണ്. ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ വചനത്തിൻ്റെ തണലിൽ ഇരിപ്പാൻ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുന്നത് എന്താണ്, ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ തന്നെ കേൾക്കുവാനും കൂട്ടിച്ചേർക്കേണ്ടത് കൂട്ടിച്ചേർക്കുവാനും എടുത്തു കളയേണ്ടത് എടുത്തു കളയുവാനും ഉള്ളൊരു പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊലോസിയിലുള്ള വിശ്വാസികൾക്കായിട്ട് അപ്പോസ്തലൻ എഴുതുന്ന ലേഖനത്തിൽ അവർക്ക് വേണ്ടിയുള്ള തൻ്റെ പ്രാർത്ഥന ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും അത് പഠിക്കുന്ന ചിന്തിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലും അത് തന്നെ ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വെറുതെ ഇരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നവരായിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അങ്ങ് ചൂണ്ടിക്കാട്ടുമ്പോൾ, ഞങ്ങൾ വഴിതെറ്റിയത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ തിരുത്തി നേരായ പാതയിൽ പുനഃസ്ഥാപിക്കപ്പെടാൻ അങ്ങയുടെ ജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് അധികമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സായാഹ്നത്തിനായിട്ട് നന്ദി. പലയിടത്തായിരുന്നു ഇന്ന് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വചനത്തെ ധ്യാനിക്കുന്ന പഠിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ വചനത്താലോടുകൂടി ഇടപെടണം. അങ്ങയുടെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് കേൾക്കുന്ന ഓരോ ഹൃദയങ്ങൾക്ക് രൂപാന്തരവും പരിവർത്തനം വരുത്തുന്നതാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയോടെ പരമാർത്ഥതയോടെ അങ്ങയുടെ സത്യവചനത്തിന് മുമ്പിലായിരിക്കാനും വചനത്താൽ ക്രിയ ചെയ്യപ്പെടാൻ വിശ്വാസമായി പരിണമിക്കപ്പെടുന്നതിന് വേണ്ടി വചനത്തെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ഉൾക്കൊള്ളുവാനും ഉൾനടുവാനും ഉള്ള ഉത്തരവാദിത്വം ഓരോ ദൈവമക്കൾക്കും ഉണ്ടാകാൻ ഇടവരുത്തണം. കർത്താവിലേക്ക് വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചന പഠനത്തിലൂടെ വചന പരിജ്ഞാനത്തിലൂടെ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ജീവിതത്തിൽ സ്വീകരിപ്പാൻ ദൈവവചനമനുസരിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവരായി തീരുവാൻ അങ്ങനെയുള്ളവരിലും അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സായനത്തിലേക്ക് കൂടി നന്ദി. എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. സകലത്തിലും അങ്ങ് മഹത്വം എടുക്കണം. കുറവുകളെല്ലാം പൊറുക്കണം, ക്ഷമിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കൊലോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലോസിലുള്ളവർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് എന്താണ് അവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നതെന്ന് നാം കണ്ടു കഴിഞ്ഞു. നാമും നമ്മുടെ പ്രിയപ്പെട്ടവരായ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടാകാം. വീടില്ലാത്തവരുണ്ടാകാം, രോഗസൗഖ്യം ആവശ്യമുള്ളവരുണ്ടാകാം, മറ്റു പലവിധമായ ഭൗതികമായ പ്രതികൂലങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവസ്ഥകൾ നേരിടുന്നവരുണ്ടാകാം. നമ്മുടെ ചുറ്റും പരിചയത്തിൽ, കുടുംബത്തിൽ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ടും അവരുടെ ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി അവരുടെ ആത്മീകമായിട്ടുള്ള ആവശ്യങ്ങളെയും കുറവുകളെയും തെറ്റിപ്പോയവരുടെ അവസ്ഥകളെയും അവർക്ക് ബോധ്യം കിട്ടേണ്ടതിന് വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അതിനൊരു ഗോഡ് കോൺഷ്യസ്നസ്, ദൈവം മുമ്പിൽ അവരുടെ നില എപ്രകാരമാണ് എന്ന് അവരെ കാണുമ്പോൾ നമുക്ക് ബോധ്യമുണ്ടാകും. കൂടാതെ അവരുടെ യഥാർത്ഥത്തിൽ ആവശ്യം എന്താണെന്നും നമുക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് ഉണ്ടാകണമെന്നുള്ളതാണ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കണ്ടത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊലോസിലുള്ളവരോട് പ്രാർത്ഥിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരെക്കുറിച്ച് കേട്ടറിഞ്ഞ നാളു മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആദ്യം പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്?
ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിന് എന്താണ് ഇഷ്ടമെന്ന് അറിഞ്ഞ് ആ ശുശ്രൂഷ നമ്മൾ നിറവേറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രസാദകരമായി ദൈവത്തിന് യോഗ്യമായി തീരുന്നത്. നമ്മുടെ ഇഷ്ടം ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരികയല്ല. അതാണ് കയീൻ ചെയ്തത്. തൻ്റെ ഇഷ്ടം ഇങ്ങനെയായിരുന്നു, താൻ ആ ഇഷ്ടവുമായി ദൈവത്തിന് മുമ്പിൽ കടന്നു വന്നു. ദൈവം അത് അംഗീകരിച്ചില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഹാബേൽ മനസ്സിലാക്കി. രണ്ടുപേർക്കും അറിവുണ്ടായിരുന്നു. ദൈവം അവർക്ക് രണ്ടുപേരോടും അറിവ് കൊടുത്തത് കൊണ്ടാണ് ഒരാളെ ശിക്ഷിച്ചത്. അറിവ് കൊടുക്കാതെ ഒരാൾ അങ്ങനെ ചെയ്താൽ ദൈവത്തെ ശിക്ഷിക്കാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കാതെ പരീക്ഷ ഇടാൻ പറ്റില്ല. ഇപ്പൊ ദൈവം അവർക്ക് വ്യക്തമായ അറിവ് കൊടുത്തിരുന്നു. എൻ്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ എപ്രകാരമായിരിക്കണം കടന്നു വരേണ്ടത്. പക്ഷെ കയീൻ സ്വന്തം തീരുമാനമെടുത്തു. സ്വേച്ഛാരാധന എന്ന് പറയുന്ന പോലെ മനഃപൂർവ്വമായി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു മാർഗം കയീൻ സ്വീകരിച്ചത് കൊണ്ടാണ് കയീൻ കൊല്ലപ്പെട്ടത്, ദൈവം ശിക്ഷിച്ചത്. ഇപ്പൊ ദൈവം മുമ്പിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അത് വളരെ പ്രധാനമാണ്. അത് അറിയേണ്ടവർ ദൈവവചനം ധ്യാനിക്കണം, ദൈവദിനം വായിക്കണം, ദൈവദിനം പഠിക്കണം. ഈ ഭൂമിയിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭക്തിക്കും ദൈവഭക്തിക്കും വിശ്വാസത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം തൻ്റെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് നമ്മൾ വായിച്ച് പഠിച്ച് കേട്ട് മനസ്സിലാക്കുമ്പോഴാണ്, ഇതാണല്ലോ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇത്ര നാൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇതാണ് ശരി, അവരെല്ലാവരും എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്, ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയാണ് ചെയ്തു വന്നത്, അതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ദൈവനെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ദൈവത്തിന് ഇഷ്ടം. പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, മനുഷ്യ നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എൻ്റെ മുമ്പിൽ വരുമ്പോൾ നീ എങ്ങനെയാണ് വരേണ്ടത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദൈവത്തെ എങ്ങനെ ആരാധിക്കണം. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം, ഹൃദയം കൊണ്ട് പാടണം, ദൈവത്തിന് എങ്ങനെയുള്ള വഴിപാടുകൾ അർപ്പിക്കണം, പുതിയ പ്രകാരമുള്ള ആരാധന എങ്ങനെയാണ്, ഇതൊക്കെ ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു പുസ്തകം നമുക്കില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ന്യായാധിപരുടെ കാലത്തിലെന്നപോലെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാം. ആരും നമ്മളോട് ന്യായം നടത്തില്ല. എന്തടിസ്ഥാനത്തിൽ നമുക്ക് ചോദിക്കാം. പക്ഷെ ഇപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം ദൈവം കൃത്യമായിട്ട് നമ്മളോട് എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊലോസ്യരുള്ളവരോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം, ഇഷ്ടത്തും കൊണ്ട് നിറഞ്ഞു വരണമെന്നല്ല, ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയണം. നിറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കപ്പെടുകയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണോ അവരിൽ നിറയുന്നത് അതിനാൽ അവർ നിയന്ത്രിക്കപ്പെടും. ഇപ്പൊ കൊലോസിയിലുള്ളതായ ദൈവമക്കൾ അവർക്ക് വേണ്ടിയുള്ള അപ്പോസ്തല പ്രാർത്ഥനയും ഇത് തന്നെയായിരുന്നു. അവർ ദൈവഹിതത്തിന്റെ പരിജ്ഞാനത്താൽ നിയന്ത്രിക്കപ്പെട്ടവരാകുക. പൗലോസിന്റെ എഴുത്തുകളിൽ മുഖ്യ വിഷയമാണ് പരിജ്ഞാനം എന്നുള്ളത്. ഒന്നിനെക്കുറിച്ചുള്ള ജ്ഞാനം, പരിജ്ഞാനം. എല്ലാ മിക്ക ലേഖനങ്ങളും നമുക്കത് കാണാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം വാക്യത്തിൽ 1 കൊരിന്ത്യർ 1:6 പൗലോസ് അവർക്ക് വേണ്ടി എഴുതി, അവനിൽ നിങ്ങൾ വിശേഷാൽ സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇപ്പൊ സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നവരാണ് കൊരിന്ത്യ സഭയിലുള്ളവർ. പക്ഷെ അതനുസരിച്ച് അവർ ജീവിച്ചില്ല എന്നുള്ളത് അവരുടെ പ്രായോഗിക ജീവിതത്തിന്റെ പരാജയമായിരുന്നു. എഫേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലും പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് യേശുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപാടിന്റെ ആത്മാവിനെ തരേണ്ടതിന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വെളിപാടിന്റെ ആത്മാവിനെ എഫെസോസിലുള്ളവർക്ക് കിട്ടണമെന്ന പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെയും പരിജ്ഞാനം എന്ന വാക്ക് കാണാം. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ പഠിച്ച പുസ്തകമാണ്. അവിടെയും പറയും, നിങ്ങളുടെ സ്നേഹസേൽ മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അപ്പൊ നിങ്ങളുടെ സ്നേഹം പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരണം. പരിജ്ഞാനപ്രയുള്ള സ്നേഹമായിരിക്കണം. കൊലോസ്യർ 2:3 നമുക്ക് ഇതേ കാര്യം കാണാം. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു. കൊലോസ്യർ 3:10 കാണാം. പിന്നീട് നമ്മൾ പഠിക്കേണ്ട വാക്യങ്ങളാണെങ്കിലും തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്നു. ഇപ്പൊ ദൈവത്തിനനുസരിച്ച് സ്നാനമേറ്റ് പുതുതായി തീർന്ന ഓരോ ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ സ്നാനമേറ്റിട്ട് 5 വർഷമായി, 10 വർഷമായി, 25 വർഷമായി, 30 വർഷമായി നിങ്ങൾ പരിജ്ഞാനത്തിൽ എത്ര തോതിൽ വളർന്നു. ഇപ്പൊ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്നു. ഇപ്പൊ പുതിയ മനുഷ്യന്റെ സ്വഭാവം, ഒരു ദൈവമക്കളായി തീർന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർധനമുള്ള വ്യക്തിയായിരിക്കണം. അതിനാണ് ദൈവം നമുക്ക് നൽകി തന്നത്. ആഹാരം തന്നു, പക്ഷെ ആഹാരം കഴിക്കാൻ തയ്യാറല്ല. ഞാൻ രോഗം ബാധിച്ചു, എനിക്ക് അസുഖമാണ്, എനിക്ക് ക്ഷീണമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് നൽകി തന്ന ആഹാരം കൃത്യമായിട്ട് ആ പോഷകങ്ങൾ നമ്മൾ കഴിക്കണം. അപ്പൊ അതാണ് വചനത്തിലൂടെ നൽകപ്പെട്ടിരിക്കുക. അപ്പൊ ദൈവത്തിലുള്ള പരമവും കേവലവുമായുള്ള അധികാരം ദൈവവചനമാണ്.
ഒരു ദൈവപൈതൽ എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആ വ്യക്തി വിശദീകരിക്കുമ്പോൾ ആ വ്യക്തി ഉപയോഗിക്കേണ്ടത് വചനമാണ്. വചനം ഇങ്ങനെ അനുശാസിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നു. വചനം പറയാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഒരു ദൈവപൈതൽ ജീവിതത്തിൽ ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്ന വചനം. ഈ മാനദണ്ഡം, ഈ അളവുകോല്, ഈ സ്റ്റാൻഡേർഡ് നിഷേധിക്കുന്ന സമൂഹം അധംപതിക്കുമെന്നുള്ളത് വ്യക്തമാണ്. അത് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായവും 2-ാം അധ്യായം നമ്മൾ വായിച്ച കാണാം. റോമിലേക്ക് പൗലോസ് പോകുമ്പോൾ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൈവവചന പ്രകാരം യഹൂദന്മാരെ കുറ്റക്കാരാണ്, പുറജാതികൾ കുറ്റക്കാരാണ്. പൗലോസ് സ്വന്തം അഭിപ്രായം പറഞ്ഞതല്ല. വെറുതെ ഒരു കൂട്ടം മനുഷ്യരെ നോക്കി നിങ്ങൾ കുറ്റക്കാരാണ് 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 എന്ന് അധിക്ഷേപിക്കുകയായിരുന്നില്ല പൗലോസ് ചെയ്തത്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ടാണ് ദൈവം നിങ്ങളെ കുറ്റം വിധിക്കുമെന്ന് പറഞ്ഞത്. ദൈവം നിങ്ങളെ പാപത്തിൽ കീഴാടി നിങ്ങളെ ബന്ധിച്ചിരിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പൊ ദൈവവചനമാണ് നമ്മുടെ അധികാരം എന്നുള്ളത് വ്യക്തമാണ്. ഇത് നിഷേധിക്കുന്ന സമൂഹമെല്ലാം അത് അധംപതിക്കുക തന്നെ ചെയ്യും. അത് തൽക്കാലം എത്രത്തോളം സാമ്പത്തികമായ ഔന്നിത്യം പ്രാപിച്ചു എന്ന ഏത് രാജ്യം, ഏത് സമൂഹമാവും അഭിമാനിച്ചാലും ദൈവവചനമെന്ന ആ പരമമായ അധികാരം തള്ളിക്കളഞ്ഞിട്ടുള്ള എല്ലാ സമൂഹങ്ങളും എന്നേക്കുമായി ഒരിക്കൽ അവസാനിക്കുക തന്നെ ചെയ്യും. അതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നമുക്ക് വായിച്ചു കേൾക്കാം. അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. കാരണം അവരെ ഒരുമിച്ച് നിർത്താനുള്ള അധികാര കേന്ദ്രമില്ലായിരുന്നു. ഒരു നിയമസംഹിതയിലൂടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ നീതി നിർവഹണം നടത്താൻ ആവശ്യമായ ഒരു സംവിധാനമില്ലായിരുന്നു. അതാണ് രാജാവില്ലെന്ന് പറഞ്ഞ. അപ്പൊ അങ്ങനെ ആ കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ തന്നെ നടന്നു. ഇത് പലതവണ ന്യായാധിപരുടെ പുസ്തകത്തിൽ ആവർത്തിച്ചിരിക്കുന്നത് കാണാം. ന്യായാധിപന്മാർ 21-25 ന്യായാധിപരുടെ പുസ്തകം അവസാനിപ്പിക്കുമ്പോഴും അതേ വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്. അക്കാലത്ത് ഇസ്രയേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചുകൊണ്ട് നടന്നു. നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്കൂളിൽ ജോലി ചെയ്യുകയാണ്, അതിലൊരു നായകനില്ല, നടത്തിപ്പുകാരനില്ല, മേൽവിചാരകനില്ല, ഒരു സൂപ്പർവൈസർ ഇല്ല, ബോസ് ഇല്ല, ആരുമില്ലെങ്കിൽ ഓരോരുത്തർ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. കണക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ കാലത്ത് രാജാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിൽ മനുഷ്യർക്ക് ഒരു അധികാരം, പരമാധികാരമുണ്ടെന്ന് ദൈവത്തിൻ്റെതാണ്. ആ അധികാരത്തെ അംഗീകരിക്കാത്ത മനുഷ്യർ അധംപതിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും അനുഗ്രഹിക്കപ്പെടില്ല. ഭൂമിയിൽ തൽക്കാലം കുറെ പൈസ ഉണ്ടാക്കി എന്നൊക്കെ അഭിമാനം പറയും. അതൊന്നും വളർച്ചയുടെയോ അനുഗ്രഹത്തിന്റെയോ അടയാളങ്ങളല്ല. എനിക്ക് ജോലി കിട്ടി, എനിക്ക് വരുമാനം കിട്ടി, പ്രൊമോഷൻ കിട്ടി, ഇതൊന്നും ദൈവം അനുഗ്രഹിച്ചതിന്റെ അടയാളങ്ങളല്ല. ചിലപ്പോൾ സാത്താൻ അനുഗ്രഹിച്ചതിന്റെ അടയാളങ്ങളുമാകാം. ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ട് അതാണ് ആ വ്യക്തിക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ കൊടുത്തതാകാം. അപ്പൊ നമുക്ക് അതുകൊണ്ട് സാമ്പത്തികമായ ഔന്നിത്യം കിട്ടി എന്നുള്ളത് കൊണ്ട് ദൈവം അനുഗ്രഹിച്ചതാണെന്ന് പറയരുത്. അപ്പൊ ആ കാലത്ത് അന്ന് അവിടെ രാജാവില്ലായിരുന്നു. അപ്പൊ ഇസ്രായേലിൽ രാജാവില്ലായിരുന്ന ജനം ബോധിച്ച വഴിയിൽ നടന്നു. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കേണ്ടതിന് നൽകപ്പെട്ട വചനമാണ് അവരുടെ അധികാരം. അപ്പം അത് വളരെ നിർണായകമാണ്. ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം വെളിപ്പെടുത്തിയ സത്യം, അതാണ് അധികാരം. ദൈവം വെളിപ്പെടുത്തിയ സത്യമാണ് പരമമായ അബ്സല്യൂട്ട് അതോറിറ്റി. അതിനു മുമ്പിലാണ് നമ്മൾ കണക്ക് പറയേണ്ടത്. അജ്ഞത അനുഗ്രഹമല്ല. എനിക്കറിയില്ലായിരുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാനൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് ഒരിക്കലും ഇഗ്നറൻസ് ഒരു ബ്ലെസ്സിങ് അല്ല. ദൈവത്തെ പരിജ്ഞാനത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകാത്തവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ദൈവത്തിന് എന്താണ് വേണ്ടതെന്ന് അറിയാത്ത ഒരാള് എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? നമ്മളൊരു ഓഫീസിൽ കയറി ചിലപ്പോൾ അവിടെയുള്ള ആൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാതെ നമ്മൾ എന്താ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിന് എന്താണ് വേണ്ടത്? ദൈവത്തിന് വേണ്ട ദൈവം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയം, ജീവിതത്തിലുള്ള സത്യസന്ധത, പരസ്പര ബന്ധത്തിലുള്ള ആത്മാർത്ഥത, ദൈവത്തിലുള്ള യഥാർത്ഥമായ പൂർണ്ണതയും ഹൃദയമായിട്ടുള്ള ഒരു അംഗീകാരം എല്ലാം നമുക്ക് ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാരെ റോമലേഖനമാകാം, ഗലാത്യ ലേഖനമാകാം, എഫേസ് ലേഖനമാകാം, എല്ലാ പുസ്തകങ്ങളിലും ആദ്യത്തെ കുറച്ച് ഭാഗം ഉപദേശങ്ങളും പിന്നെ പ്രായോഗികവും. ഫസ്റ്റ് ഡോക്ട്രിൻ, പിന്നെ പ്രാക്ടിക്കൽ. അത് റോമലേഖനം ആദ്യത്തെ 11 അധ്യായങ്ങൾ ഡോക്ടറിനാണ്, ഉപദേശപരമാണ്. 12 മുതൽ 16 വരെ ദൈവഭക്തിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള പ്രായോഗിക തലത്തിലുള്ള നിർദ്ദേശങ്ങളാണ്. അത് ഗലാത്യർ ആദ്യത്തെ 4 അധ്യായങ്ങൾ ഉപദേശപരമാണ്, 5ഉം 6ഉം അധ്യായങ്ങൾ പ്രായോഗികമാണ്. എഫേസ് ലേഖനത്തിന്റെ 1 മുതൽ 3 വരെ ക്രിസ്തുവിൽ നമ്മൾ ആരാണ് എന്ന് വ്യക്തമായി കാണിച്ചു തരും. 4 മുതൽ 6 വരെ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു. ഇപ്പൊ വെറുതെ ഉപദേശം തരിക മാത്രമല്ല ബൈബിൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ദൈനംദിന ജീവിതം ജീവിക്കുന്നത് കാണിച്ചു തരും. അത് ഫിലിപ്പി ലേഖനത്തിലായാലും കൊലോസ്യ ലേഖനത്തിലായാലും അത് വളരെ വാസ്തവമാണ്. ഇപ്പൊ ഡോക്ടറിനും പ്രാക്ടിക്കലും ആയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്.
ഉപദേശപരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവഭക്തിയോടെ ജീവിക്കാൻ കഴിയുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനമില്ലെങ്കിൽ ദൈവത്തിൽ അംഗീകരിക്കപ്പെടില്ല. ജനങ്ങൾ കൈയടിക്കും, ജനങ്ങൾ അംഗീകരിക്കും, ജനങ്ങൾ അഭിനന്ദിക്കും, പുറത്തെട്ടി കൊള്ളാം കൊള്ളാം, ഉഗ്രൻ, ഗ്രേറ്റ്, വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞെന്ന് വരും, ദൈവം അംഗീകരിച്ചെന്ന് വരില്ല. ദൈവത്തിന്റെ വചനം, ഉപദേശപരമായ സത്യത്തിന്റെ പരിജ്ഞാനം, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്തിയുടെ ജീവിതം സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് പകുതി ഉപദേശം പകുതി പ്രാക്ടിക്കൽ തന്നത്. ഇപ്പൊ പരിജ്ഞാനമില്ലായ്മയുടെ അപകടത്തെക്കുറിച്ച് ബൈബിളിൽ താക്കി തരുന്നുണ്ട്. ദൈവത്തിന്റെ പരിജ്ഞാനം നഷ്ടപ്പെടുത്തി കളഞ്ഞുകൊണ്ട് അപകടത്തെക്കുറിച്ച് സദൃശവാക്യത്തിന്റെ 19-ാം അധ്യായം 2-ാം വാക്യത്തില് അവിടെ പറയുന്നു, പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, തത്രപ്പെട്ട് കാൽ വെക്കുന്നവനോ പിഴച്ചു പോകുന്നു. അപ്പൊ അവിടെ വളരെ വ്യക്തമാണ് സദൃശവാക്യം. അതിന്റെ 19-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്, ചെക്ക് ചെയ്തിട്ട് പറയാം 19ആണോ 9ആണോ സംശയമുണ്ട്. അതുകൊണ്ട് സദൃശവാക്യത്തിന്റെ പുസ്തകം 19:2 പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. അവിടെ പരിജ്ഞാനമില്ല, യഥാർത്ഥമായ പരിജ്ഞാനമില്ലാത്ത മനസ്സ് ദൈവം പറയുകയാണ്, അത് കൊള്ളില്ല. ധൃതി പിടിച്ച് കാൽ വയ്ക്കുന്ന അവസ്ഥയാണ്, പിഴച്ചു പോകും, എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പിഴച്ചു പോകും. കാരണം പരിജ്ഞാനമില്ല. യെശയ്യാവിന്റെ പുസ്തകം 5:13 പറയുന്നു, അങ്ങനെ എന്റെ ജനം അറിയായ്മ കൊണ്ട് പ്രവാസത്തിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനം തള്ളിക്കളഞ്ഞത് കൊണ്ട് അവർ അടിമകളായി പോവുകയാണ്. അവിടെ മാന്യന്മാർ പട്ടിണി കിടക്കുന്നു, അവിടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകും. അപ്പൊ അവിടെ മാന്യന്മാർ എന്ത് ചെയ്യണം? പട്ടിണി കിടക്കുകയാണ്. ഇവിടെ ജനസമൂഹം ദാഹത്താൽ വരണ്ടു പോകും. ഹോസിയയുടെ പുസ്തകം 4:6 പ്രസിദ്ധമാണ്. പരിജ്ഞാനമില്ലായെങ്കിൽ എന്റെ ജനം നശിച്ചു പോകും. പൗലോസ് അപ്പോസ്തലൻ 1 Corinthians 14:20 സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും, പക്ഷെ ബുദ്ധിയിൽ ശിശുക്കളാകരുത്. അത് വളരെ വ്യക്തമായി പറയുന്നു. ബുദ്ധിയിലോ മുതിർന്നവരാകരുത്. പ്രായമുള്ളവർ പെരുമാറുന്ന പോലെ പെരുമാറാൻ പറയുകയാണ്. കുട്ടികൾ പെരുമാറുന്ന പോലെ ദൈവമക്കൾ പെരുമാറരുത്. കുഞ്ഞുങ്ങളെ കുറിച്ചല്ല, വലിയവരെ കുറിച്ച്. അതുകൊണ്ടാണ് പൗലോസ് 1 Corinthians 14:20 സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്. ഇത്ര വർഷമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ബുദ്ധിയിൽ നിങ്ങൾ കുഞ്ഞുങ്ങളാകരുത്, ശിശുക്കളാകരുത്, പെട്ടെന്ന് വഴിതെറ്റി പോകും. എഫേസ്യർ 4:13-14 പരിജ്ഞാനമില്ലായ്മ നിമിത്തം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലന്നുഴലുന്ന ശിശുക്കളാവുകയാണ്. അനേകർ ഇങ്ങനെ വഴിതെറ്റപ്പെടുന്നതും ശത്രുവിനാൽ വിഴുങ്ങുന്നതും ശത്രു കൈകിനെ കവർന്നു കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താണ്? പരിജ്ഞാനമില്ല. ദൈവവചനത്തിന്റെ പരിജ്ഞാനം നഷ്ടപ്പെടുത്തി കളഞ്ഞവർ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ട് തിരിയും, അവരങ്ങോട്ട് ചാരിയും. എഫേസ്യർ 4:13-14 വായിച്ചാൽ മതി. അതിന്റെ 18-ാം വാക്യം അതേ അധ്യായം, അജ്ഞാനം ഹൃദയകാഠിന്യത്തിലേക്കും മനം തെളിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകലുന്നതിനും കാരണമാണ്. ഇതെല്ലാം അജ്ഞാനത്തിന്റെ, അറിവില്ലായ്മയുടെ, ദൈവപരിജ്ഞാനം പ്രാപിക്കാത്തതിന്റെ അപകടത്തെക്കുറിച്ച് ദൈവം തന്നെ പറയുകയാണ്. ഇപ്പൊ ദൈവ പൈതൽ ആഗ്രഹിക്കണം, എനിക്ക് പരിജ്ഞാനം വേണം, എനിക്ക് ദൈവനെ പരിജ്ഞാനം. എനിക്ക് കോളേജിൽ പഠിച്ച് പിന്നെ MSc കഴിഞ്ഞ് പിന്നെ റിസർച്ച് നടത്തി ഒരു ഡോക്ടറേറ്റ് എടുത്ത് പിന്നെ അടുത്ത വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് ജീവിതകാലം മുഴുവൻ ഡോക്ടറേറ്റ് നേടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിജ്ഞാനം ഇതുവരെ പ്രാപിച്ചിട്ടില്ല. നന്നായിട്ട് വായിക്കാൻ അറിയാം, മനസ്സിലാക്കാൻ അറിയാം, പക്ഷെ ബൈബിള് വായിച്ച് പഠിച്ച് ദൈവത്തിന്റെ വഴികൾ അറിയാനായിട്ട് താല്പര്യമില്ലാത്ത മനുഷ്യൻ ഇവർ നീ ഒരു മൂഢനാണ്. യഥാർത്ഥ പരിജ്ഞാനം നീ പ്രാപിക്കുന്നില്ല. ദൈവ വിഷയമായിട്ട് നീ സമ്പന്നനാകാത്തത് എന്താ? ഇപ്പൊ പരിജ്ഞാനം ഒരു വ്യക്തി ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് ദൈവം ഇങ്ങനെ പറഞ്ഞു, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവർ. ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ മാത്രമല്ല, എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ഞാൻ അറിയേണ്ടത് എന്തിനാണ്? അതനുസരിച്ച് എന്റെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നത് എല്ലാവർക്കും ബൈബിൾ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ചുരുക്കം. നമ്മൾ അക്ഷരം കാണാം, വെള്ള പേപ്പറിൽ അടിച്ചു വെച്ചിരിക്കുന്ന കറുത്ത മഷി കൊണ്ട് അച്ചടിച്ചു വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ കാണാം, പക്ഷെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ദൈവവചനം അറിയാൻ, ദൈവത്തിന്റെ ഇഷ്ടം അറിയാൻ ആഗ്രഹം വേണം. ആഗ്രഹത്തിൽ നിന്നാണ് വാതിൽ തുറന്നു കിട്ടുന്നത്. അത് കർത്താവ് പറഞ്ഞതാണ്, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ. ദൈവം, എനിക്ക് ദൈവം നിന്റെ ഇഷ്ടം അറിയണം, ഈ ഉപദേശത്തിന്റെ അർത്ഥം എന്താണ്, ഈ ഉപമയുടെ പൊരുൾ എന്താണ് എന്നെനിക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം അവർക്കത് തുറന്നു കൊടുത്തു. അല്ലാത്തവർ കൊടുത്ത പന്നിയുടെ മുമ്പിൽ മുത്തിടുന്നത് പോലെയാണ്. ആ പന്നിക്കാവേ ആ മുത്തിന്റെ മൂല്യം അറിയില്ല, അത് കാലുകൊണ്ട് ചവിട്ടിക്കളയും, അതിൽ അപമാനിക്കപ്പെടും. ഇപ്പൊ ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവരാണോ എന്നുള്ളതാണ്. ഇതാണ് പൗലോസ് പ്രാർത്ഥിച്ചത് കൊലോസിലുള്ളവർക്ക് വേണ്ടി.
ബൈബിൾ വായിക്കാൻ കഴിവുണ്ടാകണം, ബുദ്ധിമുണ്ടാകണം, വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നല്ല. അതിൽ നിന്ന് അധികമാണ് മനുഷ്യൻ. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് വിദ്യയുടെ അഭ്യാസം എന്നറിയില്ല. എന്തിനാണ് അക്ഷരങ്ങൾ കൂട്ടിവായിക്കേണ്ട പാഠം ഞാൻ പഠിച്ചതെന്ന് അറിയില്ല. അത് ബൈബിൾ വായിക്കാനായിരിക്കണം, ദൈവത്തെ അറിയാനായിരിക്കണം. അപ്പൊ ഒന്നാമത്തെ ദൈവത്തിൽ ആഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഹോസിയ 6:3 പറഞ്ഞത്, നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കാം. ദൈവത്തെ അറിയാൻ ഉത്സാഹിക്കണം. നാം അറിഞ്ഞുകൊള്ളുക. ഹോസിയ 6:3 യഹോവയെ അറിയുവാൻ ഉത്സാഹിക്കാം. യെരമ്യാവ് 9:23-24 വാക്യങ്ങൾ നമ്മൾ വളരെ പ്രധാനമായി പലതവണ നമ്മൾ കേൾക്കാറുണ്ട്. ജ്ഞാനിതന്റെ ജ്ഞാനത്തിലും ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും ആശ്രയിക്കരുത്. നിങ്ങൾ പ്രശംസിക്കുന്നത് എന്നെ തിരിച്ചറിയുന്നതിനായിരിക്കണം. ഇപ്പൊ ഭൂമിയിൽ വിദ്യാഭ്യാസമൊന്നുമില്ല മനുഷ്യൻ, പക്ഷെ ആ വ്യക്തിക്ക് ദൈവത്തെ അറിയാമെങ്കിൽ ആ വ്യക്തിക്ക് തുല്യനായി മറ്റൊരു ജ്ഞാനിയില്ല ഭൂമി. ആ വ്യക്തിക്ക് തുല്യനായി ധനവാൻ വേറെയില്ല, ബലവാൻ വേറെയില്ല. ദൈവത്തെ ഭരിക്കാനുമുള്ള ആളാണ് ഏറ്റവും വലിയ ധനവാൻ, ഏറ്റവും വലിയ ബലവാൻ, ഏറ്റവും വലിയ ജ്ഞാനം. ഇത് ആത്മീക ജ്ഞാനമാണ്, ആത്മീക ബലമാണ്, ആത്മീകമായിട്ടുള്ള ശക്തിയാണ് ആ വ്യക്തിക്കുള്ളത്. ആ വ്യക്തിക്ക് ദൈവത്തെ നമ്മൾ സംഖ്യത്തിൽ 23 ധ്യാനിച്ചവരാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ നിങ്ങൾ അറിയുന്നതിൽ നിങ്ങൾ പ്രശംസിക്കണം. ഞാൻ ഭൂമി നീതി ന്യായവും നടത്തുന്നു എന്ന് എന്നെ ഗ്രഹിച്ച് അറിയുന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. ഇപ്പൊ നമ്മുടെ സന്തോഷം എന്തിലാണ്? നമ്മുടെ സന്തോഷം ലോകത്തിനൊരു കാര്യത്തിലായിരിക്കും. നമുക്ക് വിദ്യാഭ്യാസം കിട്ടി, റിസൾട്ട് കിട്ടി, 1ാം റാങ്ക് കിട്ടി, അതായിരിക്കും നമ്മൾ സന്തോഷിക്കുന്നത്. പക്ഷെ ബൈബിൾ വായിച്ചിട്ട് 2-3 വർഷമായി, 2-3 മാസമായി, 2-3 ആഴ്ചയായി ബൈബിൾ തുറന്നു നോക്കിയിട്ട് ദിവസവും വചനം പഠിക്കാനും കേൾക്കാനും അവസരമുണ്ടായിട്ട് നമ്മൾ അതിനുവേണ്ടി സമയം ചെലവിടുന്നില്ല. നീ ജ്ഞാനിയാണ്? യഥാർത്ഥമായ നിന്റെ ജ്ഞാനം എന്ത് ജ്ഞാനമാണുള്ളത് എന്നുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് 2 പത്രോസ് 1:15 പത്രോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ കൃപയിലും പരിജ്ഞാനത്തിലും വളരണം. ക്രിസ്തുവിലുള്ള കൃപയിലും പരിജ്ഞാനത്തിലും വളരണമെന്നാണ് പറഞ്ഞത്. വളർച്ചയുണ്ടാകണം. കൊലോസ് 2:3 മറ്റൊരു മാനദണ്ഡം ഈ പരിജ്ഞാനം പ്രാപിക്കാൻ, 1 നമ്മൾ ആഗ്രഹിക്കണം, 2 നമ്മൾ ക്രിസ്തുവിലാകണം. ഇവിടെ കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ കൊലോസ്യർ 2-ാം വാക്യം വ്യക്തമായി പറയും, അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുന്നു. കർത്താവ് യേശുവിലാണ് ജ്ഞാനവും പരിജ്ഞാനവും ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്നത്, നിറച്ചു വെച്ചിരിക്കുന്നത്. അതിന്റെ പുറത്ത് നമ്മളെ കൊണ്ടുവച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ വേര് താഴോട്ട് പോകുന്നില്ല, നമ്മുടെയൊക്കെ വേര് മേലോട്ടാണ് പോകുന്നത്. ഈ വേര് താഴോട്ട് പോയാലേ ഈ താഴെ മണ്ണിനകത്തുള്ള ഈ വളവും വെള്ളവും ഈർപ്പവും ഊർജവും വലിച്ചെടുത്ത് ഈ ചെടിക്ക് വളരാൻ പറ്റും. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളാണ്. അത് ഗുപ്തമായി മറച്ചു വെച്ചിരിക്കുകയാണ്. നിക്ഷേപങ്ങളെ പോലെ തിരയണമെന്ന് സദൃശവാക്യം 2 പറഞ്ഞതുകൊണ്ടാണ് വെറുതെ ഇരിക്കുന്ന ആളെടുത്ത് ചേട്ടാ വാ കുറച്ച് ഞാൻ ബൈബിൾ പഠിപ്പിക്കാൻ. ഒരു കാര്യം ദൈവം ചെയ്യില്ല. അത് വെറുതെ വീട്ടിലിരിക്കലേ, വാ 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 ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് ബൈബിൾ പഠിപ്പിക്കില്ല ദൈവം. വചനം പഠിക്കാൻ, വചനം അറിയാൻ, ജ്ഞാനം പ്രാപിക്കാൻ, ജ്ഞാനം അറിയാൻ ആഗ്രഹിക്കുന്നവർ തേടി വരും. അവർക്കത് ലഭിക്കുമെങ്കിൽ യഥാർത്ഥമായ പരിജ്ഞാനം എവിടെയാണ് കിട്ടുന്നതെന്ന് അറിയുന്നവർ അത് അന്വേഷിച്ചോടി വരും. അത് വളരെ ആവശ്യമാണ്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് നമ്മൾ കാണാൻ സാധിക്കും, അത് നമ്മൾ അറിയണം. അത് ക്രിസ്തുവിനാണ് പരിജ്ഞാനത്തിന്റെ ജ്ഞാനത്തിന്റെ നിക്ഷേപമാണിത്. ഇതിനേക്കാൾ വലിയ നിക്ഷേപം വേറെ ഇല്ല, ക്രിസ്തുവിനെ ദൈവത്തെ അറിയുക എന്നുള്ളത്. വചനം യഥാർത്ഥമായി വിഭാഗിച്ച് പഠിക്കണം. മറ്റൊരു മാർഗം. ഇപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനം ഇതെന്ന് നമ്മൾ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു നമ്മളത് ആഗ്രഹിക്കണം, 2 ക്രിസ്തുവിലായിരിക്കണം, വിഭാഗിച്ച് പഠിക്കണം. തിമോത്തിയോസിന്റെ പൗലോസ് എഴുതുന്ന ലേഖനങ്ങളിൽ അനവധി തവണ പൗലോസ് ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ്. 1 തിമോത്തിയോസ് 2-ാം വാക്യത്തില് പൗലോസ് തിമോത്തിയോസിനെ കുറിച്ച് പറയും. അവിടെ പറയുന്ന, അവൻ സകല മനുഷ്യൻ രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. സത്യത്തിന്റെ പരിജ്ഞാനം അത് വളരെ പ്രധാനമാണ്. ദൈവവചനമാകുന്ന സത്യത്തെ ശരിയായി പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കുള്ള പരിജ്ഞാനം, സത്യമുള്ളത് പഠിക്കും. ദൈവം ആഗ്രഹിക്കുകയാണ് എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനം എത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞു, അജ്ഞത അനുഗ്രഹമല്ല. ഞാൻ പഠിക്കില്ല, ബൈബിൾ ക്ലാസ്സിന് പോകില്ല, കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് അറിയാതിരുന്നാൽ മതിയല്ലോ. നമ്മളങ്ങനെ അറിയാതിരിക്കാൻ ശ്രമിച്ചാൽ അവസാനം തല്ല് കിട്ടുക തന്നെ ചെയ്യും ദൈവത്തെ. ഇവിടെ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ട് ചെയ്തില്ല, ദൈവം പഠിക്കാൻ അവസരമുണ്ടായിട്ട് ഉപയോഗിച്ചില്ല, അത് തെറ്റ് തന്നെയാണ്. അപ്പൊ അജ്ഞത ഒരിക്കലും അനുഗ്രഹമല്ല. ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സത്യത്തെ പരിജ്ഞാനത്തിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ മാത്രം എത്തണമെന്നല്ല അവിടെ പറഞ്ഞത്. 1 തിമോത്തിയോസ് 2:4 സകല മനുഷ്യൻ രക്ഷയുടെ പരിജ്ഞാനത്തിലെത്തണം. 3-ാം വാക്യത്തിൽ നോക്കുമ്പോൾ അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കും. ഇപ്പൊ വിശ്വാസത്തിന്റെ രഹസ്യമുണ്ട്.
ദൈവത്തിന്റെ സത്യസന്ധമായ പരിജ്ഞാനമുണ്ട്. അതാണ് യഥാർത്ഥ ജ്ഞാനം. അത് മനസ്സ് നിർമ്മലമായിരിക്കണം. നമ്മുടെ മനസ്സിൽ കളങ്കമുണ്ട്, തെറ്റായ ചിന്താഗതികളുണ്ട്, തെറ്റായ മലിനമായ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവിടെ വചനത്തിന്റെ പരിജ്ഞാനം നിൽക്കില്ല. ഇപ്പൊ ശുദ്ധ മനസ്സാക്ഷിയിലാണ് ഈ വിശ്വാസത്തിന്റെ പരിജ്ഞാനം മർമ്മം സൂക്ഷിക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം പോലെ, നമ്മുടെ പാത്രത്തില് നല്ലപോലെ വൃത്തിയും വെടുപ്പുമുള്ള പാത്രത്തിൽ മാത്രമേ ആ വൃത്തിയുള്ള ആ വസ്തു നിൽക്കുകയുള്ളൂ. ഈ അരമണിക്കൂർ കഴിയുമ്പോൾ ചീത്തയായി പോകും. അപ്പൊ അതും വളരെ പ്രധാനമാണ്. 4 തിമോത്തിയോസ് 4 മുതൽ 8 വരെ വായിക്കുമ്പോൾ അവിടെ കാണാം, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച് വിശ്വാസത്തിന്റെ സതുപദേശത്തിന്റെ വചനത്താൽ പോഷണം ലഭിച്ച് ദൈവം പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാൾ വളരുകയാണ്, ബലപ്പെടുകയാണ്. ഇപ്പൊ എല്ലിന് പഴയേക്കാളും ബലം കൂടുതലാണ്, തന്റെ കാഴ്ചയ്ക്ക് ശക്തി കൂടി, തന്റെ എല്ലാ കാര്യങ്ങൾക്കും ഇത് അറിവ് വരികയാണ്. ശാരീരിക അഭ്യാസം അല്പ പ്രയോജനമുള്ളത്, പക്ഷേ വചനത്തിന്റെ പരിജ്ഞാനത്തെക്കാളും ആരോഗ്യമുള്ള യഥാർത്ഥ ആരോഗ്യം വചനത്തിന്റെ പരിജ്ഞാനം. അതാണ് ഏറ്റവും വലിയ പോഷകാഹാരം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പോഷകാഹാരം ഈ നട്ട്സും അല്ലെങ്കിൽ വിറ്റാമിൻ ഗുളികകളും ഈ കോംപ്ലക്സും അല്ലെങ്കിൽ മറ്റുള്ള ഗുളികളൊക്കെ കഴിച്ച് അതല്ല ആരോഗ്യം. അത് ഭൂമിയിൽ ഈ നശിച്ചു പോകുന്ന ശരീരത്തെ കുറച്ച് നാളും കൂടെ ഇങ്ങനെ നിലനിർത്താൻ, ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ. ശരിക്കുള്ള പോഷണം വചനമാണ്. അതാണ് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക്. വിശ്വാസത്തിന്റെ സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുവേശിൽ നല്ല ശുശ്രൂഷകനാകണം. ദൈവത്തെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ വചന പരിജ്ഞാനം കൃത്യമായിട്ടുണ്ടാകണം. അത് കൃത്യം. അതുകൊണ്ട് അനേർക്കും ഏതെങ്കിലും ദുരുപദേഷ്ടകന്മാർ എഴുതിയ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചിട്ട് ഓടി വന്ന് സങ്കീർത്തനം വായിക്കുകയോ, ഉദാഹരണം പറയുന്നതാണ്, മറ്റേതെങ്കിലും ശുശ്രൂഷ ചെയ്യുകയോ പ്രബോധനം കൊടുക്കുകയോ ചെയ്യുമ്പോൾ വരുന്ന അബദ്ധമെന്നാണ്. സത്യം എന്താണ്? യഥാർത്ഥ വചനത്തിന്റെ സത്യം എന്താണെന്ന് ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരാൾ എങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു? കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വേല ചെയ്യും? ഒരിക്കലും പറ്റില്ല. ഇവിടെ 8-ാം വാക്യം പറയുന്നത് ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ ദൈവഭക്തി. അത് വചനത്തിന്റെ അനുഗ്രഹമാണ്. ദൈവനുമായിട്ട് ബന്ധപ്പെടുന്നവർക്കാണ് യഥാർത്ഥ ഭക്തി ലഭിക്കുന്നത് എന്ന് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. 6-ാം അധ്യായം തിമോത്തിയോസ് 6:3-4 വാക്യങ്ങളിലും ഇത് തിമോത്തിയോസ് ലേഖനം തന്നെ ആ യുവാവായ തിമോത്തിയോസിനെ ഈ കാര്യത്തിൽ പരിശീലിപ്പിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ് പൗലോസ്. 1 തിമോത്തിയോസ് 6:3-4 നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഭക്തിവചനവും ഭക്തിക്കൊത്ത ഉപദേശം. ഇപ്പൊ ഉപദേശമനുസരിച്ചാണ് ഭക്തി വരുന്നത്. വെളുത്ത വസ്ത്രം അനുസരിച്ചല്ല ഭക്തി വരുന്നത്. മാല ഉരുക്കളഞ്ഞുകൊണ്ട് ഭക്തി വരില്ല. മുടിയുടെ നീളം കുറച്ചുകൊണ്ട് ഭക്തി വരില്ല. വചന പരിജ്ഞാനമാണ് ഭക്തിയുടെ ആധാരം. ഇപ്പൊ ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഉപദേശത്താൽ സ്വാധീനിക്കപ്പെട്ടാൽ ഉള്ള പരിജ്ഞാനം കൂടെ എടുത്തു കളയുന്നില്ല. ആ വ്യക്തിയോട് പറയുമ്പോൾ ഇനി നീ കൂടുതൽ പഠിക്കണ്ട. യഥാർത്ഥമായ ഉപദേശത്തിൽ നിൽക്കാത്തവരാണ്. അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ ആ വ്യക്തി ഓടി നടന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. വാഗ്വാദത്തിന്റെ ഭ്രാന്ത് പിടിച്ച് ചേർത്തിരിക്കുന്ന വ്യക്തിയാണ്. ഇത് ബൈബിളിൽ പറയുന്ന കാര്യമാണ്. അതിന്റെ 20-ാമത്തെ വാക്യം 6-ാം അധ്യായം 1 തിമോത്തിയോസ് 6:20 പറയുന്നത്, അല്ലയോ തിമോത്തിയോസേ, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന് വ്യാജമായി പറയുന്ന ഭക്തിവിരുദ്ധമായ വൃദ്ധാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ഇപ്പൊ വൃദ്ധാലാപങ്ങൾ, തർക്കസൂത്രങ്ങൾ, ഭക്തി വിരുദ്ധമായിട്ടുള്ള പലവിധത്തിലുള്ള ഉപദേശങ്ങൾ ഇതിന്ന് മാറി നിൽക്കണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനം എന്തെന്ന് അറിവുകയാണ്. യഥാർത്ഥ നോട്ട് കൈകാര്യം ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥന് കള്ളനോട്ട് കൈ കിട്ടുമ്പോൾ തന്നെ ഉടൻ തിരിച്ചറിയാൻ പറ്റും. യഥാർത്ഥ പരിജ്ഞാനം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദുരുപദേശ ചായ്വ് ദൂരെ നിന്ന് തന്നെ മണത്തറിയാൻ പറ്റും. ഒരു ദുരുപദേശം വരുന്നുണ്ട് എന്ന് വ്യക്തമായി പറയും. കാരണം പത്യ ഉപദേശത്തിൽ ജ്ഞാനവും അറിവും ബലവും ഉള്ള മനുഷ്യനാണ്. ആ പോഷണം പഠിച്ച് വളർന്ന മനുഷ്യനാണ്. ആ വ്യക്തി നന്നായിട്ടറിയാം ഈ പറഞ്ഞു വരുന്ന ദുരുപദേശമാണ്. അതില്ലെങ്കിൽ വിവേചനമുണ്ടാകും. എല്ലാം വിവേചിക്കാനുള്ള കഴിവ് ദൈവമക്കളോട് ആവശ്യപ്പെടുന്നുണ്ട്. സകലവും വിവേചിക്കണം. വിവേചിച്ചിട്ട് നിങ്ങൾ കേൾക്കുന്ന വചനപ്രകാരം ശരിയാണോ എന്ന് കൃത്യമായി ബോധ്യപ്പെടണം. ആരെങ്കിലും പറഞ്ഞു തരുന്നത് സ്വയം മനസ്സിലാക്കണം. ഇത് വചനവിരുദ്ധമായൊരു നിലപാടാണ്. നമുക്ക് എന്ത് വേണം? വചനം. ഇത് 2 തിമോത്തിയോസിലേക്ക് വന്നാലും 7 വിഷയങ്ങൾ ആവർത്തിക്കുന്നു. 2 തിമോത്തിയോസ് 1:14 ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കുക. ഇതെല്ലാം ഒരു കണക്റ്റഡ് ആണ്. ഇപ്പൊ ദൈവത്തിന്റെ ഉപദേശം നമ്മൾ നിൽക്കണമെങ്കിൽ ഇപ്പോൾ ആത്മനിയന്ത്രണമുള്ളവരായി എന്നും പുറകോട്ട് പോകുന്നില്ല. എന്തൊക്കെയാണ് സത്യവചനം പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തില് 2 തിമോത്തിയോസ് 2:15 ഈ പരിജ്ഞാനം പ്രാപിക്കാൻ വേണ്ട ഒരു കാര്യം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ഇപ്പൊ ഏത് കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു? ക്രിസ്തീയ കാലഘട്ടത്തിലുള്ള വചനം അത് സത്യസന്ധമായി വിഭാഗിച്ച് പഠിക്കണം. 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ പ്രസിദ്ധമായ വാക്യം 2 തിമോത്തിയോസ് 3:16-17 എല്ലാത്തിനും ഒരു ദൈവശ്വാസീയമാകിയാൽ
ദൈവത്തിന്റെ ശ്വാസത്തെ ലഭിച്ച ദൈവത്തിന്റെ ജീവൻ ഉൾക്കൊള്ളുന്ന വചനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം ഈ പുസ്തകത്തെ കയ്യിലെടുക്കാനും പഠിക്കാനും. ഇത് സാധാരണ മനുഷ്യ എഴുതിയ പുസ്തകമാണ്, ലേഖനമാണ്, ഗ്രന്ഥമാണ്. ഇത് നമ്മുടെ മനോഭാവം അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്നത്. ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് ആക്ഷൻ. നമ്മുടെ മനോഭാവം അനുസരിച്ചായിരിക്കും നമുക്ക് ഫലം കിട്ടുന്നത്. അപ്പൊ ഒരു പുസ്തകം ഒരാളിൽ നിന്ന് എന്തൊക്കെയോ പ്രസംഗിക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ വചനത്തെ കൈകാര്യം ചെയ്യുന്ന കേൾക്കാനിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല. സാക്ഷാലാകുന്നവരെ ദൈവവചനമായിട്ട് ഇപ്പോൾ യേശുവിന്റെ വാക്ക് കേട്ടു, യോഹന്നാൻ 7:17. അവന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കും. ഞാനിന്ന് ബൈബിൾ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ട്? ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടമുണ്ട്, അതെനിക്കിത് കേൾക്കണം. രാവിലെ പത്രം വായിച്ചപ്പോൾ കിട്ടിയില്ല, ന്യൂസ് കണ്ടപ്പോൾ കിട്ടിയില്ല. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന് ഇഷ്ടം എനിക്കിന്ന് അറിയണം. അതനുസരിച്ചാണ് എൻ്റെ ജീവിതം ഞാൻ ജീവിക്കേണ്ടത്. വേറെ ആളെ കുറിച്ചുള്ള ഇഷ്ടം അനുസരിച്ചല്ല ഞാൻ ജീവിക്കേണ്ടത്. എന്നെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം അത് അറിയണമെങ്കിൽ ഞാൻ ദൈവനെ കേൾക്കണം. എനിക്കറിയാത്ത കാര്യങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കുമ്പോൾ അത് പഠിക്കണം. അതിനാണ് ദൈവം തന്റെ ദൈവവിശ്വാസിയെ വചനം നൽകിയത്. ഒരു വാക്യം കൂടെ തിമോത്തിയോസിൽ നിന്ന് 2 തിമോത്തിയോസ് 4:3-5 വരെ. അവർ പത്യോപദേശം പൊറുക്കാതെ കണ്ണരസമാകുമാറ് സ്വന്തം കുത്തുന്ന ഉപദേശക്കാരനെ പഠിക്കും. ദൈവനെ കേൾക്കാൻ രസിക്കാനല്ല, വൈകാരിക തലത്തിൽ ആനന്ദിക്കാനല്ല ബൈബിൾ കേൾക്കാൻ പോകേണ്ടത്, ബൈബിൾ വായിക്കേണ്ടത്. കർണരസമാകുമാറുള്ള മോഹങ്ങൾക്കൊത്തവണ്ണമല്ല. കെട്ടുകഥകളാണ്, അതിന് ചെവി കൊടുക്കരുത്. നീയോ സകലത്തിൽ നിർമ്മലനായിരിക്കാം, കഷ്ടസഹിക്കാതോടെ പറയുന്നുണ്ട് വ്യക്തമായി. 2 തിമോത്തിയോസ് 4:3-5 വരെ. സമയമുള്ളപ്പോൾ യോബിന്റെ പുസ്തകം 28-ാം അധ്യായം പഠിച്ചോണ്ട്. യോബിന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ പുരാതന കാലത്ത് ഈ മണ്ണിനകത്തൂടെ വലിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് വടികൾ കൊണ്ട് കെട്ടി ഇങ്ങനെ ഊർന്ന് താഴേക്ക് പോകും. ഇന്നത്തെ പോലെ എർത്ത് മൂവിങ് മെഷീൻസ് ഇല്ല. ഈ മണ്ണ് കുഴിച്ചെടുക്കുന്ന മെഷീനുകളൊന്നും ഇല്ല അന്ന് ഈ വലിയ പാറയ്ക്ക് അകത്ത് അല്ലെങ്കിൽ മലയുടെ അടിയിലൊക്കെ വലിയ കുഴികൾ ഉണ്ടാക്കി. ആ കുഴികൾ ഉണ്ടാക്കാനുള്ള നമ്മാട്ടിയ വികാസം ഒന്നുമില്ല, കല്ലുകൊണ്ടുള്ള ആയുധമാണ്. അതുകൊണ്ടാണ് വലിയ കുഴി ഉണ്ടാക്കി വള്ളികൾ കെട്ടി, കമ്പിന്റെ നടുക്ക് വള്ളി കെട്ടി, വള്ളി അരയിൽ കെട്ടി താഴേക്ക് ഇറങ്ങും. അടിയിൽ കെമിക്കൽ വായുണ്ട്, അശുദ്ധ വായുക്കളുണ്ട്, രാസവസ്തുക്കളുണ്ട്. അതെല്ലാം അതിജീവിച്ച് താഴേക്ക് ഇറങ്ങും. അവിടെ യോബ് 28 പറയുന്ന മലയുടെ അടിത്തട്ടിൽ വരച്ച് അത്രയും ആഴമായി കുഴിക്കും. എങ്ങനെയാണ് അവർ ജീവിച്ചതെന്ന് നമുക്കറിയില്ല. ഏതെല്ലാം തരത്തിലുള്ള വിഷവാദങ്ങൾ ഉണ്ടാകാം എൻ്റെ അടിയിൽ. ഇവിടെ യോബ് പറയുന്നത് ഇത്ര ആഴത്തെ കുഴിച്ച് എന്നിട്ട് അവിടെ നീരൊഴുക്കുണ്ട്, പലതരത്തിലുള്ള മൃഗങ്ങളും ഇഴജന്തുക്കളുമുണ്ട്. അതെല്ലാം അതിജീവിച്ച് അകത്ത് നിന്നിട്ട് ഈ രത്നവും പൗരവും മണ്ണിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന മൂല്യമേറിയ നിക്ഷേപങ്ങൾ കോരിയെടുക്കും. ഇത് പറഞ്ഞെന്തിനാണ് യോബ്? ദൈവനം അത്ര ആഴമായി ഇറങ്ങിയാലേ കിട്ടുകയുള്ളൂ. സഭയുടെ വായിച്ചു മനോഹരമായ അധ്യായമാണ് യോബ് 28. ജ്ഞാനം എവിടെ നിന്ന് കിട്ടുമെന്ന് 3-4 സ്ഥലത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് യോബ് പറയുന്നത്. ജ്ഞാനം എവിടെ നിന്ന് കിട്ടും? വെള്ളിയേക്കാളും നിക്ഷേപങ്ങളെക്കാളും പൊന്നുകളെക്കാളും ലോകത്തിലെ ഏത് തങ്കത്തെക്കാളും വിലയേറിയതാണ് ദൈവവചനം, ദൈവജ്ഞാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് യോബ് അധ്യായം എഴുതുന്നത്. ഇത്ര അധ്വാനം വേറെ ഒരു മനുഷ്യനും ഒരിടത്തും ചെയ്തിട്ടില്ല. ഇന്നത്തെ ഒരു ഉപകരണങ്ങളുമില്ലാത്തൊരു കാലഘട്ടത്തിൽ പിതാക്കളുടെ കാലത്തുണ്ടായിരുന്ന വ്യക്തിയാണ് യോബ്. ആ വ്യക്തിയുടെ ആ കാലഘട്ടത്തിൽ മനുഷ്യർ രക്തങ്ങളും പൗഴങ്ങൾക്ക് വേണ്ടി വേറെ നിലനിൽക്കാത്ത കത്തിപ്പോകുന്ന മണ്ണ് കട്ടയായ ഈ വസ്തുക്കൾക്ക് വേണ്ടി ഇത്രയും കഠിന അധ്വാനം ചെയ്യുമ്പോൾ അല്പനേരം ഒന്ന് ബൈബിൾ വായിക്കാൻ, ഒരു 10 മിനിറ്റ് ബൈബിളിന്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാൻ, ആദ്യം മുഴുവൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ജ്ഞാനം പ്രാപിച്ച മനുഷ്യനാണ് ഇന്ന് ചേറ്റിലിരിക്കുന്നത്. അവനത് പ്രശ്നമല്ല, കാരണം എനിക്കറിയാം ഇതൊരു താൽക്കാലിക അവസ്ഥയാണ്. എന്നെ ചോദ്യം ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്നാണ്. ജീവിതത്തിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടിയ വചനത്തിലൂടെ അതില്ലാത്തതുകൊണ്ട് മനുഷ്യർ നിലവിളിക്കേണ്ടി വരുന്നു. ഇപ്പൊ പൗലോസിലൂടെ കൊലോസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ദൈവത്തിന്റെ ഇഷ്ടം രഹസ്യമല്ല. ഗോഡ്സ് വിൽ ഈസ് നോട്ട് എ സീക്രട്ട്. ഇത് ആർക്കും അറിയാൻ പറ്റില്ല. ഗ്നോസ്റ്റിക്കുകാർ പറഞ്ഞതുപോലെ, ജ്ഞാനവാദികൾ പറഞ്ഞത് എല്ലാവർക്കും കിട്ടില്ല, ഒരു പ്രത്യേക എലൈറ്റ് ഗ്രൂപ്പിന് മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെയല്ല. ദൈവം ഇവിടെ കൊലോസിലുള്ള സാധാരണ എത്രയോ തരത്തിലുള്ള മനുഷ്യരുണ്ട്. അവിടെ വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്, ബർബരുണ്ട്, അജ്ഞാനികളുണ്ട്, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത പലതരത്തിലുള്ള മനുഷ്യരുണ്ട് ആ സമൂഹത്തിൽ. അവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്. അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് പറയും, നിങ്ങൾ കർത്താവിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം നിറഞ്ഞു വരണം. അല്ല, നിങ്ങൾ കുറച്ചു പേർക്കേ കിട്ടുകയുള്ളൂ, മുമ്പിലിരിക്കുന്നവർ മാത്രമേ കിട്ടുള്ളൂ, പുറകിലിരിക്കുന്നത് കിട്ടില്ല. അങ്ങനെയല്ല പറഞ്ഞത്. വെള്ള വസ്ത്രം ഇട്ടവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ, കറുത്ത വസ്ത്രം ഇട്ടവർക്ക് കിട്ടില്ലെന്നല്ല പറഞ്ഞത്. എല്ലാവരും രക്ഷയുടെ പരിജ്ഞാനം പ്രാപിക്കണം. അത് എത്തണമെന്ന് നമ്മൾ നേരത്തെ തിമോത്തിയോസിൽ വായിച്ചു. അപ്പൊ ആ ദൈവത്തിന്റെ ഇഷ്ടം അത് രഹസ്യമാക്കാതെ ദൈവം വെളിപ്പെടുത്തി തന്നില്ല. നമുക്കത് വേണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഭാഗത്തുള്ള പ്രശ്നം. എനിക്ക് വചന പരിജ്ഞാനം വേണോ, ദൈവത്തിന്റെ ഇഷ്ടം അറിയണോ വേണ്ടയോ
എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ. എൻ്റെ ജീവിതം എന്തിൽ നിൽക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണോ മനുഷ്യൻ്റെ ഇഷ്ടം അറിയണോ എന്നുള്ളത് ഉള്ള ജീവിതം. അത് നമ്മുടെ ഭാഗത്തുള്ള കാര്യമാണ്. 2 പത്രോസ് 3-9 വാക്യത്തിൽ പത്രോസ് എഴുതിയ പ്രകാരമാണ്. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പത്രോസ് ഇങ്ങനെ പറയുകയുണ്ടായി, ചില താമസമെന്ന് വിചാരിക്കുന്നില്ല, കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ ഇച്ഛിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമാണ് ആരും നശിക്കരുത്. ദൈവത്തിന് എല്ലാവർക്കും ഒരു കീ കൊടുത്തിട്ട് എല്ലാവരും ദൈവത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം നിർബന്ധമായി പാവകളെ ഇങ്ങനെ നയിക്കുന്നവരെ നടത്താൻ പാടില്ല. ദൈവം തീർച്ചയായിട്ടും നടത്തുന്ന സൃഷ്ടാവാണ്. അങ്ങനെ വന്നാൽ മനുഷ്യൻ അനുഭവിക്കില്ല, ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കില്ല. ഇവിടെ ദൈവം എന്നിൽ നിർബന്ധിച്ചടിച്ചേൽപ്പിച്ചതാണ് ഈ ഭക്തി. എനിക്ക് വാസ്തവത്തിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല ബൈബിൾ പഠനം, എന്നെ നിർബന്ധിച്ചടിച്ചേൽപ്പിച്ചതാണ്. ഞാൻ വേറെ ആർക്കോ വേണ്ടിയിരുന്നാണ് ബൈബിൾ വായിക്കുന്നത്. എന്റെ ബൈബിൾ വായിച്ചില്ലെങ്കിൽ അമ്മച്ചി എനിക്ക് കഞ്ഞി തരില്ല, അതുകൊണ്ടാണ് വായിക്കുന്നത്. അപ്പച്ചി എനിക്ക് സമ്മാനം തരില്ല, അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു പ്രയോജനവും വായിച്ചുകൊണ്ട്. ഒരുപക്ഷെ ആരംഭത്തിൽ അത് വേണം, കുറച്ച് കഴിയുമ്പോൾ വ്യക്തി അതിനോട് താല്പര്യം ഉണ്ടാകും. ഇപ്പൊ കർത്താവിന്റെ ഇഷ്ടം എന്താണ്? ആരും നശിക്കരുത്. അപ്പൊ ആരും നശിക്കാതിരിക്കുക. കർത്താവിനെ എല്ലാവരുടെ ജീവിതത്തിലും നാശം വരുന്നതൊക്കെ തടഞ്ഞ് രക്ഷയിലേക്ക് മാത്രം നയിച്ച് കുതിരയുടെ 2 കണ്ണിലും ബ്ലിങ്കേഴ്സ് കെട്ടി നേരെ മാത്രം നോക്കാനായിട്ട് സഹായിച്ചു. വശത്തേക്ക് നീ നോക്കരുത്, നീ നേരെ മാത്രമേ നോക്കാവൂ, നിന്നെ തടസ്സം വരുത്തുന്ന ഒരു കാര്യം നീ ചിന്തിക്കാതെ ദൈവം കുതിരയുടെ കണ്ണിൽ കെട്ടിയതുപോലെ മനുഷ്യന്റെ കണ്ണിൽ കെട്ടാൻ പാടില്ല. അത് മനുഷ്യൻ തീരുമാനിക്കണം എവിടെ നോക്കണമെന്ന്, മനുഷ്യൻ തീരുമാനിക്കണം എന്താഗ്രഹിക്കണമെന്ന്. എന്ത് വിശപ്പാണ് എനിക്കുള്ളതെന്ന് ഞാൻ കണ്ടെത്തണം. പക്ഷെ ദൈവത്തിന്റെ ഇഷ്ടം എല്ലാവരും പരിജ്ഞാനം പ്രാപിക്കണം, എല്ലാവരും രക്ഷ പ്രാപിക്കണം. ആരും നശിച്ചു പോകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ദൈവത്തിന് ആരെയും ആവശ്യമില്ലാത്തവരുടെ തള്ളിവിട്ട് ഒരാൾക്കും ഒന്നും കൊടുക്കില്ല ദൈവം. 120 വർഷമാണ് നോഹ പ്രസംഗിച്ചത്. ദൈവത്തിന് അന്നത്തെ കോടിക്കണക്കിന് മനുഷ്യരെ പെട്ടതിനകത്ത് കയറ്റാൻ പാടില്ലേ? അതിന് തക്ക ഒരു വലിയ പെട്ടകം പണിയാൻ ദൈവത്തിന് പറ്റില്ല. ഈ ഭൂമി ഉണ്ടാക്കിയ നമ്മൾ പഠിച്ച ഞായറാഴ്ച എത്ര വിശാലമായ ബ്രഹ്മാണ്ഡമായ പ്രപഞ്ചം, സകല മനുഷ്യരും മുങ്ങി നശിക്കാതെ വലിയ പെട്ടകം ഉണ്ടാക്കാൻ പാടില്ലേ? ഭൂമി പോലെ തന്നെ വലിപ്പമുള്ള ഒരു പെട്ടകം. പക്ഷെ ഓരോരുത്തരും തീരുമാനിക്കണം, എനിക്ക് രക്ഷ വേണോ, എനിക്ക് ഭക്തിയോടെ ജീവിക്കണോ, എനിക്ക് സത്യസന്ധമായി ജീവിക്കണോ, എനിക്ക് ദൈവത്തെ ആരാധിച്ച് ജീവിക്കണോ എന്ന് വ്യക്തിപരമായി തീരുമാനിക്കണം. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്, ഇത് രഹസ്യമല്ല. എഫേസ്യർ 17-18 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 17-18 വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്നത് ബുദ്ധിഹീനരാണ്. ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ബുദ്ധി എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാം. നമ്മൾ ആ പഠനങ്ങളിലേക്ക് വരും. ഇത് വളരെ രസകരവും അനുഗ്രഹവുമാണ് പൗലോസിന്റെ ഈ പഠനം. പ്രാക്ടിക്കൽ ലൈഫാണ്. ബുദ്ധിഹീനരാകാം. കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചോളി നമ്മോടാ പറയുന്നത്. കർത്താവ് നമുക്കത് ഇങ്ങനെ പ്രത്യേകിച്ച് രാവിലെ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് അയച്ചു തരില്ല. നീ അന്വേഷിക്കണേ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്. നിന്റെ ബുദ്ധി ശരിക്കും ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം അറിയും. കാരണം നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്, നിനക്ക് ബുദ്ധി വൈഭവം തന്ന ദൈവമാണ്. ആ ദൈവത്തിന്റെ കൃപയാൽ നീ യഥാർത്ഥമായ ബുദ്ധി ഉപയോഗിക്കണം. ദൈവത്തെ അറിയില്ല എന്ന് പറയുന്ന മനുഷ്യൻ മൂടൻ. വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യനല്ല മൂടൻ. ഒരു MA സൈക്കോളജി MPhil ആണ്, MSc ആണ്, വളരെയധികം വിദ്യാഭ്യാസം നേടിയവനാണ്. പക്ഷെ അവൻ ദൈവത്തെ നിഷേധിക്കുന്നു. നീ മൂടനാണ്. ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാണേണ്ട കാര്യം കാണാതെ പോയ നീ, അറിയേണ്ട പാഠം പഠിക്കാത്ത നീ ഒരു മൂഢനാണ്. നിന്റെ ബ്രെയിനിന്റെ ശരിക്കുള്ള പെർഫോമൻസ് ഇതുവരെ വന്നിട്ടില്ല. നിന്റെ ബ്രെയിനും ഉൾക്കാഴ്ചയും കാഴ്ചപ്പാടും നിഗമനവും ആലോചനയും ഉപസംഹാരവും ഈ കഴിവുകളൊക്കെ അടങ്ങുന്ന നിന്റെ ബുദ്ധിയുടെ ശരിക്കുള്ള ഉപയോഗം നീ കണ്ടെത്തണമായിരുന്നെങ്കിൽ നീ ദൈവത്തെ കണ്ടു. അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞനാണ്. സയന്റിസ്റ്റുകളിൽ നല്ല സയന്റിസ്റ്റുകളുണ്ട്. ദൈവമാണ് സകലവും സൃഷ്ടിച്ചത് വിശ്വസിക്കുന്ന സയന്റിസ്റ്റുകൾക്ക് ഇതിന്റെ സഹായമുണ്ടാകും. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ മനുഷ്യരെ സംബന്ധിച്ച് ദൈവം കൊടുത്ത ബുദ്ധി അവൻ ശരിക്കും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവപരിജ്ഞാനം ദൈവത്തിന്റെ വചനവുമായി ബന്ധപ്പെട്ടാൽ സ്റ്റെഫനോസിന് മുമ്പിൽ ആർക്കും നിൽക്കാൻ പറ്റിയില്ല. കാരണം സ്റ്റെഫനോസ് MSc സൈക്കോളജി അല്ല, MPhil അല്ല, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 10-12 ഡിഗ്രി സമ്പാദിച്ച ഒരാളല്ല. ദൈവത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച മനുഷ്യരാണ് സ്റ്റെഫനോസ്. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തോട് ആർക്ക് എതിർക്കാൻ തർക്കിക്കാൻ പറ്റുന്നില്ല.
മറ്റാര് തർക്കിച്ചാൽ അവിടെ തർക്കം ഭൂമിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം. സേവനത്തിൽ ഒരു എത്രയോ പടി ഉയരെയാണ്. അതുകൊണ്ട് കർത്താവ് യേശു 12ാമത്തെ വയസ്സിൽ താൻ അത് കാണിച്ചു കൊടുത്തു. വചനത്തിന്റെ പരിജ്ഞാനത്തിൽ ഇരിക്കുമ്പോൾ ബുദ്ധി രാക്ഷസന്മാരായ ന്യായശാസ്ത്രത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ യേശു കൃത്യമായി കാണിച്ചു കൊടുത്തു. വചനം നൽകുന്ന പരിജ്ഞാനത്തിന്റെ ഔന്നിത്യം എത്ര വലുതാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുകയും വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ല, ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞ് ഇപ്പൊ ദൈവത്തെ യഥാർത്ഥമായി സ്തുതിച്ച് ഭക്തപ്പെടുത്തണമെങ്കിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണം ജീവിതത്തിലുണ്ടാകണം. 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശദീകരണം. ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ നമ്മുടെ വിശദീകരണമാണ്. 1 പത്രോസ് 2:13-15 ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ മറ്റൊരു ഉദാഹരണം കാണാം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശദീകരണമാണെന്ന് 1 തിമോഥെയോസ് 4:3 കാണാൻ വായിക്കേണ്ട നമുക്കറിയാം. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 13-15 വാക്യങ്ങൾ 13-15 വാക്യങ്ങൾ മാത്രം. 1 പത്രോസ് 2-ാം അധ്യായം 13-15 വാക്യങ്ങളിൽ പറയുന്നത് സകല മാനുഷിക നിയമത്തിന് കർത്താവിനിത്വം കീഴടങ്ങുകയും നിങ്ങളായിരിക്കും ദേശത്തൊരു നിയമമുണ്ടെങ്കിൽ നിയമത്തിന് കീഴടങ്ങണം. ഞാൻ ദൈവവൈദ്യനാണ്, ഞാൻ ജനങ്ങളെ പാടില്ല എന്ന് പറഞ്ഞാൽ അബദ്ധമാണത്. നമ്മളായിരിക്കും ദേശത്തിൽ ഒരു നിയമമുണ്ടെങ്കിൽ നിയമം നമ്മൾ കീഴടങ്ങണമെന്ന് ദൈവം പറയുകയാണ്. രാജാക്കന്മാർ നിയമിക്കുന്ന ദൈവമാണ്. എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ്. അധികാരത്തെ മറക്കുന്നവർ ദൈവത്തോടാണ് മറക്കുന്നത്. അത് വീട്ടിലായാലും സഭയിലായാലും കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ദൈവം വെച്ച് അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ദൈവം വെച്ച് അധികാരം നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ഈ ഭൂമിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ദൈവം ഓരോ സംവിധാനം വെച്ചിട്ട് നമ്മൾ ആദ്യം വായിച്ചു. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. തനിക്ക് ബോധിച്ചതുപോലെ ഓരോരുത്തർ പോയി. പക്ഷെ ആ ജീവിതം എല്ലാം തകർന്നു പോയി. അപ്പൊ അതിന്റെ 15 വാക്യം 1-2-15 നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം വിണ്ടാതാക്കണമെന്നുള്ള ദൈവ ഇഷ്ടം, മറ്റൊരു ദൈവ ഇഷ്ടം. സകല മാനുഷിക നിയമങ്ങൾ കീഴ്പ്പെടണമെന്ന് പറഞ്ഞതുപോലെ പക്ഷെ ദൈവ നിയമത്തിന് വിരോധമായിട്ടുള്ളതാണ് മാനുഷിക നിയമമെങ്കിൽ കീഴ്പ്പെടേണ്ട കാര്യമില്ല. അതിനുവേണ്ടി പീഡനം അനുഭവിക്കേണ്ട പീഡനം അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ കർത്താവിനെ ആരാധിക്കാൻ പാടില്ല എന്നൊരു നിയമമാണ് ഭരണാധികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കീഴ്പ്പെട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഏറ്റവും വലിയ അധികാരിയായ ദൈവമാണ്. ആ ദൈവത്തിന്റെ നിയമമാണ് ദൈവത്തെ സത്യത്തിൽ ആത്മാവിനെ ആരാധിക്കുക, അവന്റെ വചനം വായിക്കുക, പഠിക്കുക, വിശ്വാസിയായി ജീവിക്കുക എന്നുള്ളത്. അത് പാടില്ല എന്ന് ഏതെങ്കിലും രാജാക്കന്മാരോ ചക്രവർത്തിമാരോ ഭരണ സംവിധാനങ്ങളോ തീരുമാനം കൊണ്ടുവരുമ്പോൾ അതിനോട് വിധേയപ്പെട്ട കാര്യമില്ല. അത് ദാനിയേലിന്റെ പുസ്തകം പഠിച്ചാൽ കാണാം. ഈ വിഗ്രഹത്തിന് പോയി കീഴടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പറ്റില്ല. ശത്രുക്ക് മേശൻ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ കീഴടങ്ങില്ല. രാജാവ് കൊടുത്തുവിട്ട് ആഹാരമാണെങ്കിൽ പോലും ഞങ്ങൾ സ്വീകരിക്കില്ല. കൃത്യമായിട്ട് പറഞ്ഞു ദാനിയേൽ 1-ൽ. കാരണം അത് വിഗ്രഹാർപ്പിതമായ ആഹാരമാണ്, ഞങ്ങൾക്കത് വേണ്ട. അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ വലുതായിരിക്കാം. പക്ഷേ ദാനിയേൽ തന്റെ പരിജ്ഞാനം അനുസരിച്ച് നിലപാടെടുത്തു. അത് പരിജ്ഞാനമുള്ളത് കൊണ്ടാണ്. ഈ തൽക്കാലം രക്ഷപ്പെടാം, തൽക്കാലം നമ്മൾ ജീവൻ നിർത്തിയിട്ടല്ലേ ബാക്കി ആരാധന എന്ന് പറഞ്ഞില്ല. ജീവനേക്കാളും വലുതല്ല ദൈവം. അത് വ്യക്തമായി കണ്ടു. 1 പത്രോസ് 4:19 1 പത്രോസ് 4 ദൈവത്തിന് ഇഷ്ടം എന്നുള്ളതിന്റെ വാക്യങ്ങളാണ്. 1 പത്രോസ് 4:19 അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ട സഹിക്കുന്നവൻ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ കർത്താവിൽ പരിമേൽപ്പിക്കട്ടെ. കർത്താവിനെ നിൽക്കുമ്പോൾ കഷ്ടത അനുഭവിക്കേണ്ടി വന്നാൽ ദൈവമേ നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് 2-ാം സങ്കീർത്തനം പോലെ അപ്പോസ്തലന്മാരെ പോലെ നിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ ഇത് അടികൊള്ളുകയാണ്. ദൈവം നിന്റെ കയ്യിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവനാമത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പീഡിപ്പിക്കപ്പെടും, അപമാനിക്കപ്പെടും, ഉപദ്രവിക്കപ്പെടുമ്പോൾ ദൈവത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു ദൈവം നീ അതിൽ ഇടപെടണം. പക്ഷെ അതിനുവേണ്ടി നമ്മുടെ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തെ തള്ളിക്കളയും. 1 തെസ്സലോനിക്കർ 5:17 കൂടെ വായിക്കാൻ ദൈവം ഇഷ്ടമെന്നുള്ള വാക്യത്തിൽ 1 തെസ്സലോനിക്കർ 5:17 ഇപ്പൊ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനോടെ നിറഞ്ഞു വരണം എന്നുള്ളതാണ് പ്രാർത്ഥന. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിപ്പിന് എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് ഇതല്ലോ ക്രിസ്തുവെ നിങ്ങളെ കുറിച്ചുള്ള ക്രിസ്തു വെച്ച് ദൈവത്തിന്റെ ഇഷ്ടം. ഇപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ ചില വാക്യങ്ങൾ നമ്മൾ കണ്ടു. 1 തിമോഥെയോസ് 2:4 2 പത്രോസ് 3:9 എഫേസ്യർ 17:18 ബുദ്ധിഹീനരാകുന്ന കർത്താവിന്റെ ഇഷ്ടമില്ലെന്ന് അറിഞ്ഞുകൊള്ളണം. 1 തെസ്സലോനിക്കർ 4:13 വിശദീകരണം. 1 പത്രോസ് 2:13 സകല മാനുഷികതയ്ക്ക് കീഴടണം. 1 പത്രോസ് 2:15 1 പത്രോസ് 4:19 1 തെസ്സലോനിക്കർ 5:17 ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തിയ ഇഷ്ടങ്ങളാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ദൈവവചനമാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇപ്പൊ ദൈവവചനത്താൽ നാം നിയന്ത്രിക്കപ്പെടുക. 1-ാം സങ്കീർത്തനം പോലെ ദുഷ്ടന്റെ വചനത്താൽ, ദുഷ്ടന്റെ നിയന്ത്രണത്താൽ പോകാതെ രാവും പകലും അവന്റെ വചനത്തെ ധ്യാനിച്ച് ദൈവത്തിന്റെ വചനത്താൽ നിയന്ത്രിക്കപ്പെടുക. നീതിയുള്ള ജീവിതത്തിന്റെ താക്കോലതാണ്.
നമ്മുടെ ചിന്തകളെ എന്ത് നിയന്ത്രിക്കുന്നു അതാണ് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ മനസ്സാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ പെരുമാറിയത്? കാരണം അയാളുടെ മനസ്സെങ്ങനെയാണ്. വാട്ട് യു ആർ തിങ്കിങ് ഈസ് വാട്ട് യു ആർ ബീയിങ് കൺട്രോൾ. നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ചിന്തകളെ എന്ത് നിയന്ത്രിക്കുക. അത് റോമലേഖനം 8 കൃത്യമായിട്ട് പറയും. ജഡത്തിൻ്റെ ചിന്തകളും ആത്മാവിൻ്റെ ചിന്തകളും. ജഡപ്രകാരമുള്ള ചിന്തകളുണ്ടെങ്കിൽ ജഡപ്രകാരമുള്ള ഫലങ്ങൾ പുറത്തു വരും. ആത്മാവിൻ്റെ ചിന്തകൾ സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, പരോപകാരം, വിശ്വസ്ത തുടങ്ങിയ ഫലങ്ങൾ പുറത്തു കൊണ്ടുവരും. ഞാൻ എന്തിനാണ് നിയന്ത്രിക്കപ്പെടുന്നു? കാക്കയുടെ ചോദിച്ച കാക്ക എന്തിനാണ് നിയന്ത്രിക്കപ്പെടുന്നു? എന്തെങ്കിലും വലിച്ചു വരി തിന്നാൽ മതി. അത് പുഴുകിയതാണെങ്കിലും അഴുകിയതാണെങ്കിലും ചീഞ്ഞതാണെങ്കിലും പുഴുക്കളാണെങ്കിലും കാക്കയ്ക്ക് പ്രശ്നമല്ല, വിശപ്പടക്കിയാൽ മതി. പക്ഷെ പ്രാവ് അങ്ങനെ ചെയ്യില്ല. അതിന് പ്രത്യേകമായൊരു വിശുദ്ധിയുണ്ട്. അപ്പോൾ ആത്മനിയന്ത്രണം വചനത്താലുള്ള ജീവിത നിയന്ത്രണമാണ്. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് ആത്മനിയന്ത്രണത്തിലുള്ളവർ. ആത്മനിയന്ത്രണം വചനത്താലുള്ള ജീവിത നിയന്ത്രണമാണ്. അത് പരിജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അറിവ്, പരിജ്ഞാനം കിട്ടിയാൽ മാത്രമേ നിയന്ത്രണം കിട്ടുകയുള്ളൂ. ദൈവാത്മാവാണ് വചനം തന്നത്. വചനത്താൽ നിയന്ത്രിക്കപ്പെടുക, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ മുകളിൽ ഒഴുകി വരുമെന്നല്ല. വചനത്താൽ നിയന്ത്രിക്കപ്പെടുക, ദൈവം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അതാണ് ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണത്താൽ നിയന്ത്രിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വചനത്താൽ നിയന്ത്രിക്കപ്പെടുക, പരിജ്ഞാനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഇപ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനം ആത്മീയ ജ്ഞാനത്തിലേക്ക്, വിവേകത്തിലേക്ക് നടത്തും. വചനവുമായി ബന്ധമില്ലാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ പൗലോസിന്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടാകില്ല. അതിന്റെ ഫലം കിട്ടില്ല. പൗലോസ് പറഞ്ഞ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അത് വചനത്തിലൂടെയാണ്. ഇപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനമാണ് ആത്മീയ ജ്ഞാനത്തിലേക്കും വിവേകത്തിലേക്കും നടത്തുന്നത്. അതിന്റെ ഫലങ്ങൾ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാം. അതിന്റെ ഫലങ്ങൾ 5 അവിടെ കൊടുത്തിട്ടുണ്ട്. അവയുടെ ഫലങ്ങൾ: 1, യോഗ്യമായി നടക്കാൻ കഴിയും. 2, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കാതെ ജീവിതത്തിൽ ചെയ്യുന്നതിനെല്ലാം ആത്മീകമായ ഫലമുണ്ടാകും. അയാൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. അയാളുടെ സ്തുതിച്ച ആ സ്തുതി ദൈവം സ്വീകരിക്കും. ആ വ്യക്തി ആത്മീയ വളർച്ചയുണ്ടാകും. 3, ആത്മീയ വളർച്ചയുണ്ടാകും. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഈ വർഷത്തെ അവസ്ഥ. 4, ആത്മീക ബലമുണ്ടാകും. ഇപ്പൊ പണ്ട് ചിന്തകൾ ചെറിയ കാര്യങ്ങൾ നമ്മളെ തളരുമായിരുന്നു. ഇപ്പൊ തളരുന്നില്ല. സ്പിരിച്വലായിട്ട് സ്ട്രെങ്ത് കിട്ടി. 5, സഹിഷ്ണുത. അവസാനം വരെ സഹിച്ച് നിൽക്കാനുള്ളൊരു തീരുമാനമുണ്ട്. 1, വർത്തി വാക്ക്, യോഗ്യമായി നടക്കുക. 2, ഫ്രൂട്ട്ഫുൾ ലൈഫ്, ഫലമുള്ള ജീവിതം. 3, വളർച്ച, ഗ്രോത്ത്. 4, സ്ട്രെങ്ത്. 5, എൻഡ്യൂറൻസ്. ഇതെല്ലാം മൈൻഡ് സാച്ചുറേറ്റഡ് വിത്ത് നോളജ്. ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെട്ട ഒരു മനസ്സ്. അതാണ് ആത്മാവിൻ്റെ നിയന്ത്രണം. വചനം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാലാണ് ഈക്വൽ ടു ആത്മാവിൻ്റെ നിയന്ത്രണം. ദൈവവചനം ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ദൈവവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരിക്കരുത്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്. പാപിയുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസപ്പെടുത്തിയിരിക്കാതെ ഇവിടെ ന്യായപ്രവൃത്തി രാപ്പകൽ ധ്യാനിക്കുക. ദൈവത്തെ ധ്യാനിക്കുക. അല്പനേരങ്ങളിൽ ഒരു ദിവസം ചെലവിടുക. അതിന് 24 മണിക്കൂർ ദൈവം തന്നിട്ടുണ്ട്. അതിൽ എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് ദൈവത്തിന് കൊടുക്കുന്നു? അത് ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഹൃദയത്തിലുണ്ടോ രാവിലെ വായിച്ച വാക്യം? എല്ലാവരും പോലെ എല്ലാവർക്കും 8 മണിക്കൂറൊന്നും ഇരിക്കാൻ പറ്റണമെന്നില്ല. കുറച്ചു നേരമെങ്കിലും വചനം വായിക്കും. ആ വിശപ്പ് ഇതുള്ള ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുക. ബാക്കി അടുത്ത പ്രാവശ്യം തുടരാം. ഇപ്പോൾ പൗലോസഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഒന്നാമത്തെ പ്രാർത്ഥനയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം 2ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. വളരെയധികം ഗഹനമാണ് പൗലോസഭയിലെ വിഷയങ്ങൾ. അത് നമ്മൾ തൊടുമ്പോൾ അതിൻ്റെ വിശാലമായ അർത്ഥത്തിലേക്ക് നമ്മൾ വ്യാപിക്കുന്നതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു പോകുന്നത്. അല്ലെങ്കിൽ ഇതിനകം തന്നെ 4 അധ്യായം ഇരുന്നേനെ. പക്ഷെ നമുക്ക് അങ്ങനെ പോകുന്നത് കാര്യമില്ല. ഇവിടെ 100 വിത്ത് വിതയ്ക്കുമ്പോൾ 1-2 വിത്തെങ്കിലും ഫലം കായ്ച്ചാൽ വളരെ നല്ലത്. ഏതാണ് നമ്മളെ സ്പർശിക്കുന്നത് സത്യമെന്ന് അറിയില്ല. അതുകൊണ്ട് വിശാലമായി സംസാരിക്കുന്നത് കൊണ്ടാണ്. പ്രാർത്ഥിക്കാൻ ദൈവങ്ങളെ നമ്മളെ ഏൽപ്പിക്കുക. ചേർത്ത് പ്രാർത്ഥിക്കും.